ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു പാർട്ടി വ്ളോഗുമായിട്ടാണ് വന്നത്. കുറച്ചധികം റെസിപ്പികളുണ്ട്. കുറച്ച് സ്പീഡായിരിക്കും. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോൻ ആച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്ന് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസാണ് കാണിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ബ്രൊക്കോളിയും മഷ്റൂമും വെച്ചിട്ടുള്ള ഒരു ബീഫ് സ്കാലപ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിക്കുക. ഇത് നമുക്ക് വെജിറ്റബിൾസ് ബ്ലാൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ഒരു ബ്രൊക്കോളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ബ്രൊക്കോളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ബ്രൊക്കോളിക്ക് അങ്ങനെ ഒരുപാട് വേവൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. ആ സെയിം വെള്ളത്തിൽ തന്നെയാണ് ഞാൻ മഷ്റൂമും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബ്രൊക്കോളിൻ്റെ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വന്നപ്പോൾ ഞാനിത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം വെള്ളത്തിൽ തന്നെ നമ്മളതിലേക്ക് ഒരു 2 ബോക്സ് ഫ്രഷ് മഷ്റൂമാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ചെറിയ ബോക്സാണെങ്കിൽ അത് 2 എണ്ണം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് മഷ്റൂം തന്നെ വേണം കേട്ടോ. അത് നമുക്ക് ടിന്നിൽ വരുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു ഫ്രഷ് തന്നെ വേണം. അപ്പോൾ മഷ്റൂമിൻ്റെ കാര്യത്തിൽ ബ്രൊക്കോളി പോലെയല്ല, തിളച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരം തിളച്ചോട്ടെ കേട്ടോ. അപ്പോഴാണ് ആ ഒരു മഷ്റൂം വെന്ത് വരിക. അപ്പോൾ അതാ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മഷ്റൂമൊക്കെ നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും. ഇട്ട അത്രയും ഉണ്ടാവില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങി വരും. അപ്പോൾ ഇങ്ങനെ 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മഷ്റൂമും ഇതേപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് മഷ്റൂം ഞാൻ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെ വെജിറ്റബിൾസ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും ഞാനിവിടെ ബ്ലാൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീഫ് സ്കാലപ്സ്. ബീഫ് സ്കാലപ്സ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് അവരോട് സ്കാലപ്സ് ആയിട്ടാണ് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കവർ കട്ട് ചെയ്ത് തരും. അപ്പോൾ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് തരിക. അതിനൊന്ന് ഒന്നോ രണ്ടോ മൂന്നൊക്കെ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ ഭയങ്കര തിന്നായിട്ട് മുറിക്കുന്നതിനാണ് സ്കാലപ്സ് എന്ന് പറയട്ടെ. ഇത് ഫാറ്റ് ഫ്രീ ആണ്, അതുപോലെ തന്നെ ബോൺലെസ് ആണ്. അപ്പോൾ ഈ ഒരു ഫാറ്റ് ഫ്രീയും ബോൺലെസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് മാക്സിമം കേട്ടോ. നമ്മൾ വേവിക്കുക എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കിലോ ആണ് ബീഫ് എടുത്തത് കേട്ടോ. ഏത് ബീഫായാലും ഇത് വെച്ച് ഇതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണാണ് ഞാനിവിടെ 1 കിലോ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടി ഇത് നമ്മളെ സോഡിയം കാർബണേറ്റ് ആണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അത് ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. 1 കിലോയിലേക്ക് 1/4 ടീസ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 1 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ 1 1/2 ചേർത്തിട്ടുള്ളൂ. അത് ഒരു 1 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്യാനേ പാടില്ല കേട്ടോ. നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കോൺഫ്ലവറൊക്കെ ഉണ്ടല്ലോ, നല്ല തിക്കായിട്ട് തന്നെയാണ് വരിക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിലുള്ള കുക്കിംഗ് ടൈമാണ് പറയുന്നത് 4 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. 2 മിനിറ്റ് നമുക്ക് ഓൾറെഡി ഇത് തിളയ്ക്കാൻ വേണം. അതിന് ശേഷമുള്ളതാണ് 4 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ 6 മിനിറ്റാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് നമ്മൾ ആ ഒരു സോസൊക്കെ നന്നായിട്ട് കുറുകി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് പാകത്തിൽ നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രൊക്കോളിയും മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രൊക്കോളിക്കും മഷ്റൂമിനും വേണ്ടിയിട്ട് കുറച്ചും കൂടെ സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. റെഡി അല്ലേ എന്നുള്ള. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ ലാസ്റ്റ് ചേർക്കേണ്ടതാണ് കുറച്ച് ഓയിസ്ട്രോ സോസ് കേട്ടോ. ഇത് ഈ ഒരു സ്കില്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അതൊരു ടേബിൾ സ്പൂണാണ് ആ സോസ് ചേർത്തത്. ഇനിയിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് ലേശം കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ചേർന്നൊന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഓവർ കുക്കായി പോകാൻ പാടില്ല കേട്ടോ ഒന്നും. ഒരു ബീഫും കറക്റ്റ് വേവായിരിക്കണം. ഇതിപ്പോൾ റെഡി ആയിന്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി ബീഫ് സ്കാലപ്സിൻ്റെ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഞാനൊരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വിത്ത് ഹണി സോസാണ്. അപ്പം ബോൺലെസ് ചിക്കൻ ഞാൻ 1 കിലോ തന്നെയാണ് എടുത്തത്. ഇതും ഫാറ്റ് ഫ്രീ ആണ്. വെച്ചാൽ ചെസ്റ്റ് പീസാണ് കേട്ടോ ചിക്കൻ്റെ. അപ്പോൾ 1 കിലോ ആണ് വലിയ പീസായിട്ട് മുറിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള മസാല നമുക്ക് അരച്ചുണ്ടാക്കണം. ഒരു മീഡിയം സൈസുള്ള ഉള്ളിയും പിന്നെ എരിവില്ലാത്ത ഏതെങ്കിലും മുളക്. ഞാനിവിടെ പെരി പെരി മുളകാണ് എടുത്തത്. പകരം നിങ്ങൾക്ക് കാശ്മീരി എടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസുള്ള ചെറിയ ടൈപ്പിൽ ഒരു ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട്. ഈ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അരക്കാനുള്ളതാണ്. എരിവില്ലാത്ത മുളകും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഉള്ളിയും.
ഇനി അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടി ക്യുമിൻ ഒരു ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ കസൂരി മേത്തിയാണിത്, ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് നാരങ്ങൻ്റെ നീരാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂൺ മെഷറിംഗ് സ്പൂൺ അല്ല, ഈ ഒരു പരന്നിട്ടുള്ള സ്പൂണാണ്, ഒരു 3 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1½ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം തീരെ വേണ്ടിയില്ല, കാരണം ഈ ഒരു ഉള്ളിയിലും ക്യാപ്സിക്കത്തിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് വേറൊരു എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ അരപ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ കൂടെ തന്നെ ഇനി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത്, ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എല്ലാ പീസിൻ്റെ മുകളിൽ. ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴാണ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വരിക. ഇപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷമാണിത്. ഇനിയിപ്പോൾ ഞാനിത് ബാംബൂൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, സ്ക്യൂവർ. അതൊന്ന് വെള്ളത്തിൽ കഴുകി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് ഞാൻ 2 സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു സ്റ്റിക്കിൽ വെച്ചാൽ ഒരു ഭംഗിയിൽ വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് ബേക്ക് ചെയ്യാൻ എല്ലാ ഭാഗത്തും ആവാൻ 2 സ്ക്യൂവർ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 സ്ക്യൂവർ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് അകത്തി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഓരോ പീസ് ചിക്കനും ഇതേപോലെ ഈ ഒരു സ്ക്യൂവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഞാനിവിടെ ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാനിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഓവനിൽ വെക്കുന്ന പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സ്റ്റിക്ക് ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചിക്കനെ കൊണ്ട് ഇതിന് 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 40 മിനിറ്റാണ് ഞാനിവിടെ ഗ്രില്ല് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് ഗ്രില്ല് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഹണി സോസും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് സോയാ സോസാണ് വേണ്ടി, ഒരു 4 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബാർബിക്യൂ സോസാണ്, 2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ വേണ്ടത് ഹണിയാണ്. ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 2 ടേബിൾ സ്പൂണാണ് ഹണി വേണ്ടത്. പിന്നെ വേണ്ടത് വെളുത്ത എള്ള്, വെള്ള കളറിലുള്ള എള്ള് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിടണം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടൊന്ന് പതച്ച് വരണം കേട്ടോ, തിളച്ച് പോകണം. ഇനി എരിവിന് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയുന്നതിനനുസരിച്ച് ഇത് തിക്കായിട്ട് വരും. പെട്ടെന്ന് തന്നെ ആവട്ടെ, 1 മിനിറ്റ് കൊണ്ടായി വരും. ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇത് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് വിനെഗറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ തിളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, നന്നായിട്ട് ബബിൾസൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. ഇത് തിക്കായിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതിങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് ഒഴിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹണി സോസ് കേട്ടോ. ഇത് നമുക്ക് ആ ഒരു ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതാ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അത് സ്ക്യൂവർന്ന് ഇതാ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നിരത്തി വെച്ചാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹണി സോസ് എല്ലാത്തിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഓരോ പീസിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു സോസും കൂടെ വരുന്ന സമയത്താണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. ഒരു മധുരവും എരിവും ഒക്കെ ഉള്ള നല്ലൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനിവിടെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ചിക്കൻ സ്കാലപ്സ് വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ്. ആ സ്കാലപ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുകയാണ് ചെസ്റ്റ് പീസ് ഇങ്ങനെ നേരിയതായിട്ട് മുറിക്കുന്നതിനാണ് ആ ഒരു സ്കാലപ്സ് എന്ന് പറയാം. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മസാല ആണ് കാണിക്കുന്നത്. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു മസാല വേണം. അപ്പോൾ അത് ഒരു മുട്ടയാണ് എടുത്തത് കേട്ടോ. 1 കിലോ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ പാപ്രിക്ക ചേർത്താണ്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി വേണം 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ബേസിൽ, ഉണങ്ങിയ തുളസിൻ്റെ ഇലയാണ്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒറിഗാനോ വേണം 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് റോസ്മേരിയാണ്, അതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വേണ്ടി വരും. പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്താണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരു നേരിയ രീതിയിലുള്ള ഒരു മസാല ആണ് വേണ്ടിയിട്ട്, ഒരു വെള്ളം പോലത്തെ മസാല, ഈ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ നമ്മൾ ഓരോ ചിക്കൻ്റെ പീസും ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവർ കാണുന്നില്ലേ, ഒരുപാട് തിക്കായിട്ടുള്ള മസാല ആവരുത്, നേരിയ മസാല ആണ് വേണ്ടി കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നേരിയ പീസാണ്, തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള പീസാണ്. അതുകൊണ്ടാണ് തിക്കായി പോകരുത് എന്ന് പറയുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ ഞാനിങ്ങനെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യട്ടെ.
അതിനുശേഷം അതിലേക്കുള്ള പൊടിയാണ് വേണ്ടത്. ഒരു 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ആ ഒരു പൗഡർ കോട്ടിങ് ചെയ്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതാ ഒരു 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദക്ക് 1/2 കപ്പ് കോൺഫ്ലവർ. ഇനിയിപ്പോൾ ഇതാ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിന്, പാപ്രിക്ക 1/2 ടീസ്പൂൺ ചേർത്തിന്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിന്. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലത്തെ വിസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫ്രൈ ചെയ്യാനുള്ള പൗഡർ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഓരോ പീസ് ചിക്കനും നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പുറമേയുള്ള മസാലയൊക്കെ ഒന്ന് കഴുകി എടുക്കണ പോലെ ആയിരിക്കണം കേട്ടോ. ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ മതി. അപ്പോൾ ആ ഒരു മസാലയിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് പൊടി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ചിക്കൻ്റെ മൊത്തത്തിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തതിന് ശേഷം നല്ല തണുത്ത കോൾഡ് വാട്ടറാണിത്. നല്ല തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഡിപ്പ് ചെയ്ത് അപ്പം തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ടൊന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൗഡർ ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഒരു സിംഗർ ഉണ്ടാക്കണ പോലെ അങ്ങനെ ഒന്ന് ഇത് ഈ ഒരു പൊടിയുമേൽ കോട്ട് ചെയ്ത് പിടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബാച്ചിലേക്കുള്ളത് ഒരു 2-3 പീസൊക്കെ ചെയ്തിട്ട് പൊരിച്ചതിന് ശേഷം അടുത്തത് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ചൂടായതിൻ്റെ ശേഷം അതൊരു 3 പീസ് ഞാൻ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. ഇത് നന്നായിട്ട് പൊള്ളി മേലോട്ട് വരും. ആ സമയത്താണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്പീഡാക്കി കാണിച്ചാണ് മേലോട്ട് പൊന്തിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റാണ് ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അത്രയും തിന്നായിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്നായി വരും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മളിത് തൊടുന്ന സമയത്ത് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. ഇത് ചൂടോടുകൂടി കഴിക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ ചൂടോടുകൂടി നല്ല ഇതിൽ തിന്നുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇനിയിപ്പോൾ അത് എണ്ണയെന്നത് ഞാൻ കോരിയെടുക്കുന്നുണ്ട്. 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കുക്കായി വന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്താ ഫ്രൈഡ് ചിക്കൻ സ്കാലപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ചെയ്യാം. ഓരോ ബാച്ചിലേക്കുള്ളത് മാത്രം ഇങ്ങനെ പൗഡർ കോട്ടിങ് ചെയ്തിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടല്ലോ, ഞാനൊരു ടിഷ്യൂവിലേക്കാണ് ഇട്ട് വെച്ചത്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനൊരു പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. ബേക്ക്ഡ് ചിക്കൻ പാസ്ത ആണ് ഉണ്ടാക്കുന്നത്. കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ എൽബോ പാസ്ത ആണ് എടുത്തത് കേട്ടോ. 2.5 കപ്പ് പാസ്തയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അളന്ന് കാണിക്കുന്നതേ ഉള്ളൂ. 2.5 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ പാസ്തേൻ്റെ കുക്കിംഗ് ടൈം ഞാൻ എപ്പോഴും പറയുന്നതാണ് 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെയാണ് മാക്സിമം കേട്ടോ. അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ആയിക്കോട്ടെ. ഇപ്പോൾ അത് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കോരി എടുക്കണം കേട്ടോ. ഓവർ കുക്കായി പോകാൻ പാടില്ല. കറക്റ്റ് വേവിൽ നമ്മളിത് ഊറ്റിയെടുക്കണം. അപ്പോൾ അത് ഊറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ചിക്കനാണ് കാണിക്കുന്നത്. ഞാൻ ചിക്കൻ ഭയങ്കര ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ കൊത്തിയരിയ എന്നൊക്കെ പറയില്ല, അതുപോലെ അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ അത് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മസാല വേണം. മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ തന്നെ ലെമൺ ജ്യൂസ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ്. 1/2 ടീസ്പൂൺ ഉപ്പ് മതി എന്ന് പറയാൻ കാരണം നമ്മൾ ചിക്കൻ അത്രയും ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും ഇട്ടയിൽ. അപ്പോൾ ഉപ്പ് കൂടി പോകാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാണ്. ഇനിയിപ്പോൾ ഒരു വലിയ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഓയിലൊന്ന് ചൂടായാൽ നമുക്ക് ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല തേച്ച് വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. അപ്പോൾ ചിക്കനിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അത് ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി, വറ്റുന്ന സമയത്ത് തന്നെ ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അല്ല ഒരു കൈപ്പിടി എന്ന് പറയാം, 2 ടേബിൾ സ്പൂൺ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം കൂടി ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ വേവേണ്ടുള്ളൂ, ഒരുപാട് ഇട്ട് വേവിക്കേണ്ടില്ല. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് മൈദപ്പൊടി ചേർത്തത്. അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പച്ചച്ചോയ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് പാലാണ് വേണ്ടി കേട്ടോ. ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ ശേഷം 2ാമത്തെ കപ്പും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മൈദപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടായി പോകുക. ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി മിക്സ് ആക്കണം എന്ന് പറയുന്നത്. മിക്സ് ആക്കിയതിൻ്റെ ശേഷം 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ വെള്ളം പോലാണ് ഇട്ടുള്ളത്. നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാസ്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ടൈപ്പിൽ ഞാൻ ഇടുമ്പോൾ കാണുന്നില്ല, എല്ലാം വേറെ വേറെ നിൽക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാവണമെങ്കിൽ നിങ്ങൾ 5 മിനിറ്റിൻ്റെ മേലെ കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം പോലുള്ള സോസ് കംപ്ലീറ്റ് ഈ ഒരു പാസ്ത അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അതുവരെയാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് കൊണ്ട് തന്നെ ആയി വരും കേട്ടോ. മാക്സിമം ആണ് 2 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആ ഒരു ഇതിലുള്ള വെള്ളം മൊത്തം, പാല് മൊത്തം ഈ ഒരു പാസ്ത വലിച്ചെടുക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, ഇതിലിപ്പം വെള്ളമായിട്ടൊന്നും കാണാനില്ല. ഇത്രയും മതി. ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മേലെ ഞാൻ കുറച്ച് തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒറിഗാനോ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. ആ ഒരു ഫ്ലേവറും കൂടി വരാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ്. മല്ലിച്ചപ്പോ പാസ്ലയോ ഏതാണുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യണ പാത്രത്തിലേക്ക് ഇതിനൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ബേക്ക് ചെയ്യണത് കേട്ടോ. അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 2 പാത്രത്തിലാക്കിയിട്ടാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ ബേക്ക് നമ്മൾ ഓവനിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പാത്രമായിട്ട് ഞാനിതാ 2 ബൗളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ചീസാണ് വേണ്ടി കേട്ടോ. ഏത് ചീസ് കൊടുക്കുക, ചെഡാർ അല്ലെങ്കിൽ മൊസറല്ല. ഞാനിവിടെ മൊസറലാണ് എടുത്തത്. എൻ്റെ അടുത്ത് ചെഡാറില്ല, അപ്പം ബ്ലോക്കാണ്, ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളതില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു അരക്കപ്പൊക്കെ മതി കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പൊക്കെ മതിയാവും. നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 15 മിനിറ്റ് നേരം ബേക്ക് ചെയ്യുക. ആ ചീസ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് നല്ലൊരു എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ വൈറ്റ് ബസ്മതി റൈസാണ് എടുക്കുക കേട്ടോ. അത് ഒന്നുകിൽ ടിൽഡൻ്റെ റൈസ് എടുക്കുക, അല്ലെങ്കിൽ കർണൽ അലിസായി കർണൽ റൈസ് എടുക്കുക. ഇവിടെ ഈ 2 ബ്രാൻഡാണ് ഞാൻ വാങ്ങിക്കൽ കേട്ടോ. വൈറ്റ് ബസ്മതി എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുന്ന നീളമുള്ള അരിയാണിത്. അത് കഴുകി കൊണ്ടുവന്നതാണ്, സോക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. റൈസ് ഒരു 90% ആകുന്ന വരെ കുക്കാകാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് അവിടെ ബാക്കി വെക്കണം, കാരണം നമ്മൾ വെള്ളത്തിൽ നൂറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടെ വേവാനുണ്ടാവും പാത്രത്തിൽ നിന്ന്. അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് നോക്കുക. ഓവർ കുക്കായി പോകാൻ പാടില്ല. നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മണി എടുത്തിട്ട് നമ്മളൊന്ന് വായിലിട്ട് നോക്കിയാലും മതി. ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവും. അരിയല്ല എന്നുള്ള ഭാഗത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പം ബാക്കി നമ്മൾ ഈ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ചൊന്ന് വേവും. അപ്പം അധികം വെന്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഓട്ടപാത്രത്തിൽ ഇട്ടതിന് ശേഷം ആദ്യം നമ്മൾ വേറെ വലിയൊരു തളുക പോലത്തെ വലിയ പരന്നിട്ടുള്ള പ്ലേറ്റ് ഉണ്ടാവില്ല, അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി പെട്ടെന്ന് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്കായി പോവും. അപ്പോൾ അത് നന്നായിട്ട് ഓട്ടപാത്രത്തിലിട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താണ്. 5 മുട്ട ഞാൻ ഉപ്പിട്ട് കലക്കി വെച്ചതാണ് ഇട്ടത്. മുട്ടയൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഒരു 5 മുട്ടയാണ് ഞാൻ എടുത്തത്. ഇനി ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചിക്കി പൊരിക്കാമെന്ന് പറയില്ല മുട്ട, ഈ ഒരു രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഇനി ആ ഒരു എണ്ണയിൽ നിന്ന് ഈ ഒരു മുട്ട മാത്രം ഒന്ന് കോരിയെടുക്കണം കേട്ടോ. അതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ മുട്ട മാറ്റി വെക്കുക. സെയിം എണ്ണയിലേക്ക് തന്നെ ഇനിയിപ്പോൾ ഒരു 2 കൈപ്പിടി 2 സ്പൂൺ ഉണ്ടാവും, ടേബിൾ സ്പൂൺ ഉണ്ടാവും, 1 കൈപ്പിടി അത്രയും ഉള്ളി ഇട്ട് കൊടുത്തതാണ്. പിന്നെ 1 കപ്പ് ഫൈനൽ ചോപ്പായിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ബീൻസാണ് ഇട്ടത്. ഇത്രയും തിന്നായിട്ട് എന്താ പറയുക, കൊത്തി അരിഞ്ഞ ബീൻസാണ് ഇട്ടത്. അത്രയും നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതൊരു കപ്പാണ് ചേർത്ത് കൊടുത്തത്. ഓരോന്നും ചേർത്താലും 1 മിനിറ്റാണ് വേവിക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, വെജിറ്റബിൾസിലേക്കുള്ള. എന്നിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞ ക്യാരറ്റാണ്, ഒരു 1/4 കപ്പാണ് ഇട്ട് കേട്ടോ. അതും മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിന് ശ്രദ്ധിക്കേണ്ടത് ഒരു വെജിറ്റബിൾസ് ഓവർ കുക്കായി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ 1 കപ്പ് 2 മീഡിയം സൈസുള്ള ക്യാപ്സിക്കാണ് എടുത്തത്. അതും 1 കപ്പ് ഉണ്ട് ക്യാപ്സിക്കം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് നേരം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗമാണ് കേട്ടോ, അത് ഉള്ളി വരുന്ന ഭാഗം, അതൊരു 1/2 കപ്പാണുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സോസാണ് വേണ്ടത്. ഇപ്പം സോയ സോസാണ് വേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം ലൈറ്റ് സോയ സോസ് ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മുട്ടയിൽ നമുക്ക് ഈ ഒരു സോസും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും കൂടെ ആ മുട്ടയിലേക്ക് വരും. അതുപോലെ തന്നെ മുട്ടൻ്റെ ടേസ്റ്റ് ഈ ഒരു വെജിറ്റബിൾസിലേക്കും കൂടെ വരും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള നമ്മളെ റൈസാണിത്. അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട്.
ഞാൻ പ്ലേറ്റിൽ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. നന്നായിട്ട് തണുത്ത റൈസാണ് ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. തലേന്നൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ടേസ്റ്റ് കൂടും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത്. ഉണ്ടാക്കി അപ്പം ഊറ്റിയെടുത്ത് അപ്പം തന്നെ ഈ ഒരു രീതിയിലേക്ക് ആക്കരുത്. അപ്പോൾ ആ ഒരു റിയൽ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വരില്ല. അപ്പോൾ നന്നായിട്ട് തണുത്ത റൈസ് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം നമ്മളെ ഗ്രീൻ ഓനിയൻ്റെ ആ ഒരു ഗ്രീൻ ഭാഗമില്ല, അത് ഒരു 3/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 3-4 മിനിറ്റ് നേരം ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു റൈസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയുന്ന വരെയാണ് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. വലിയ പാത്രമായിരിക്കണം എടുക്കണത്. റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇനിയിപ്പം ബാക്കിയുള്ള ഗ്രീൻ ഓനിയനും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു 3-4 മിനിറ്റ് നേരം ഞാൻ ഈ ഒരു റൈസ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലെങ്കിൽ ചിക്കൻ ചേർക്കണമെങ്കിൽ ചിക്കനും ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഇന്നത്തെ ഐറ്റംസ് മൊത്തം ഞാനിവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള പാസ്തയാണിത്. പിന്നെ നമ്മളെ ഗ്രിൽഡ് ചിക്കൻ ഹണി സോസ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ബീഫ് സ്കാലപ്സ് വിത്ത് ബ്രൊക്കോളി ആൻഡ് മഷ്റൂം. പിന്നെ ഇതൊരു മധുരമുള്ള ബ്രെഡ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നേരം കിട്ടിയില്ല. പിന്നെ അതാ നമ്മളെ ഫ്രൈഡ് ഇതാണ് സ്കാലപ്സ് ചിക്കനാണ്. പിന്നെ അതാ ഫ്രൈഡ് റൈസ്. ഇത് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള ഇത് തന്നെ കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ അതാ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ അതിനൊരു കേക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു നട്ടി കേക്കാണ് അവൻ വാങ്ങിയത്, അതും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഗസ്റ്റ് എന്ന് പറയുന്നത് അസ്ലങ്കാൻ്റെ മരുമക്കളാണ് കേട്ടോ. പെങ്ങളെ 2 മക്കളാണ്, എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. നവാസും നിഹാലും. പിന്നെ ഇന്നൊരു പുതിയ ആളെന്ന് പറയുന്നത് മരുമോളെ പിയാപ്പിളയും കൂടി ഉണ്ട് കേട്ടോ, പെങ്ങളെ മോളെ ഭർത്താവ്. ഇനിയിപ്പോൾ നമ്മളെ കേക്ക് കട്ടിംഗ് ആണ്. ഈ സമയത്ത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ആ പാട്ട് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ 25th ബർത്ത്ഡേ ആണ്. എല്ലാവരും വിഷ് ചെയ്യുക, അതുപോലെ തന്നെ അനുഗ്രഹിക്കുക. എല്ലാവരും പ്രാർത്ഥന നമ്മളെ കൂടെ എന്നും ഉണ്ടാവണം കേട്ടോ. 25 വയസ്സായിട്ടുണ്ട്. ഇത്ര പെട്ടെന്നല്ലേ കൊല്ലങ്ങളൊക്കെ തീരുന്നത്. മക്കൾ വലുതാവണമൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ്സ് വായിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നിങ്ങൾ ഓരോരുത്തരതും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.